തിരുവോണ ദിനത്തിൽ ആദിവാസികളുടെ പട്ടിണി സമരം. മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ നിലമ്പൂരിലെ ആദിവാസികളാണ് പട്ടിണി സമരം നടത്തിയത്. സർക്കാർ പ്രഖ്യാപിച്ച ഭൂമി ആവശ്യപ്പെട്ട് മാസങ്ങളായി ഇവർ ഇവിടെ സമരത്തിലാണ്. സർക്കാർ തന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കൂ സർക്കാരെ. തിരുവോണ നാളിൽ കാത്തിരിപ്പുണ്ട് ഗുണമില്ല എന്നുള്ള നിലക്ക് ഞങ്ങളിവിടെ സമരം 100-ലധികം ദിവസങ്ങളായി. ഈ സമരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നേ പറയാനുള്ളൂ, ആ 100 ദിവസം 314 ദിവസം പട്ടിണി കിടന്നപ്പം ബിന്ദു വേലശ്ശേരി മരണത്തിന് അഭിമുഖീകരിച്ചാണ്. അവരിപ്പോഴും പറയുന്നത് ഇനി മരിച്ചാലും ഞാനിവിടുന്ന് പോവില്ല, ഞാനിവിടെ ഉണ്ടാവും. ഈ സമരം രണ്ടാലൊന്നായതിനു ശേഷം ഇവർക്ക് പോകുന്ന പ്രശ്നങ്ങളിൽ അവർ പ്രഖ്യാപിച്ചിരുന്നു. യൂനുസ് അഹമ്മദ് ചേരുന്നു. യൂനുസ്, ഈ ദിവസവും അവർ സമരത്തിലാണ്. നമുക്കറിയാം, നിരവധി ദിവസങ്ങളായി തുടങ്ങിയിട്ടുള്ള സമരമാണ്. എന്താണ് ഗ്രോവാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്? വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ തിരുവോണ ദിനത്തിൽ ഒരു പറ്റം മനുഷ്യർ തങ്ങൾക്ക് വേണ്ട ഭൂമിക്ക് വേണ്ടി ഈ മലപ്പുറം കലക്ടറേറ്റ് മുന്നിൽ പട്ടിണി സമരം നടത്തുന്നു. വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. 4 മാസം മുമ്പാണ് മലപ്പുറം കലക്ടറേറ്റ് മുന്നിൽ ഈ സമരം ആരംഭിക്കുന്നത്. നിലമ്പൂരിലെ 60ഓളം ആദിവാസി കുടുംബങ്ങളാണ് ഈ ഒരു മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ ഒരു ഷെഡ് കെട്ടി മഴയും വെയിലും കൊണ്ട് ഈ ഒരു സമരം നടത്തുന്നത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ നടത്തി യാതൊരു നടപടിയും ഉണ്ടായില്ല. ഏതായാലും ഈ ഓണത്തിന് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഇവർ എത്തുകയാണ്. ഈ കലക്ടറേറ്റിന് തൊട്ടു മുന്നിൽ, ഗേറ്റിന് മുന്നിൽ ഇരുന്ന് ഒരു പ്രതീകാത്മകമായി സദ്യ കഴിക്കുന്ന പട്ടിണി സമരം നടത്തുകയാണ് ഇവർക്ക് പിന്തുണയുമായി നിരവധി പേർ, പ്രത്യേകിച്ച് വിവിധ രാഷ്ട്രീയ രംഗത്തെ വിവിധ പേർ രംഗത്തെത്തുന്നുണ്ട്. അതോടൊപ്പം ഇവർ ഉന്നയിക്കുന്നത് ഓണക്കാലത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സർക്കാർ തങ്ങളെ മാത്രം പരിഗണിക്കുന്നില്ല, തങ്ങളെ മാത്രം കേൾക്കുന്നില്ല എന്നുള്ള ഒരു നിരാശയും ഒരു സങ്കടവും വിമർശനവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. 2023 10 മാസം നീണ്ട ഇവരുടെ ഒരു പട്ടിണി സമരത്തിന് ശേഷം ഇവരുടെ നേതാവായ വൈലാശ്ശേരിയുടെ പട്ടിണി സമരത്തിന് ശേഷം ഇവർക്ക് സർക്കാർ ഭൂമി ഉറപ്പ് നൽകുന്നത്. ആ ഉറപ്പിന്മേൽ ആ പട്ടിണി സമരം അവസാനിപ്പിക്കുന്നു. പിന്നീട് ആ ഉറപ്പ് പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് വീണ്ടും 4 മാസം മുമ്പ് മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. ഈ ജില്ലാ കളക്ടറുമായി നിരന്തരം ചർച്ച നടത്തി പല ഉറപ്പുകളും ലഭിച്ചു, പല ധാരണകളും ഉണ്ടായി. പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടില്ല. റവന്യൂ മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇടപെട്ടു, അതിനും അവരും ഉറപ്പ് നൽകി. പക്ഷെ അതും പാലിക്കപ്പെട്ടില്ല. ഈ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. ഏതായാലും ഓണക്കാലത്ത് തിരുവോണ ദിനത്തിൽ എല്ലാവരും കുടുംബവുമായി കുട്ടികളുമായി ആഘോഷിക്കുന്ന ഒരു സമയത്ത് ഒരു പാവങ്ങളായ ഒരു പറ്റം മനുഷ്യർ തങ്ങൾക്ക് വേണ്ട ഭൂമിക്ക് വേണ്ടി യാചിക്കുന്ന ഒരു അവസ്ഥ വളരെ വേദനാജനകമാണ്. ഏതായാലും സമരം തുടരുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. കണ്ണു തുറക്കുന്നവർ കണ്ണു തുറന്നേ പറ്റൂ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ധന്യ.